അയ്യപ്പ പണിക്കർ ഓർമ്മയായിട്ട് 20 ആണ്ട് പൂർത്തിയാകുന്നു. മലയാള കവിതയെ കാൽപ്പനികതയുടെ വഴികളിൽ നിന്ന് പുതുവഴികളിലേക്ക് തെളിച്ച കവിയെയും അദ്ദേഹത്തിന്റെ കവിതയെയും ഓർക്കുന്നതും മലയാളത്തെ ചേർത്ത് പിടിക്കലാണ്. നീ തന്നെ ജീവിതം സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ഇരുളുന്നു, നീ തന്നെ മറയുന്നു, നീ തന്നെ സന്ധ്യേ. മനുഷ്യനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും കവിതയ്ക്കും വിഷയമാണെന്ന് വിശ്വസിക്കുകയും കവിതയിലൂടെ നിരന്തരം വിശദീകരിക്കുകയും ചെയ്ത അയ്യപ്പ പണിക്കർ 60കളുടെ തുടക്കത്തിൽ മലയാള കവിതയെ അടിമുടി പുതുക്കിപ്പണിയുകയായിരുന്നു. ആധുനികതയിലേക്ക് മലയാള കവിതയെ നയിക്കുകയും ഇതാ ഉത്തരാധുനികത വരുന്നുവെന്ന് പ്രവാചക സമാനമായി മലയാള കവിതയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. കുരുക്ഷേത്രവും പകലിരവുകളും ഗോത്രയാനവും അങ്ങനെ കാലത്തിനു മുൻപേ സഞ്ചരിച്ച എത്രയെത്ര കവിതകളാണ് അയ്യപ്പ പണിക്കർ നമുക്കായി തന്നുപോയത്. കവി ചിലപ്പോൾ കാടെവിടെയെന്നും കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെയെന്നും ചോദിക്കുന്ന പരിസ്ഥിതിവാദിയായി, മനുഷ്യ മനസ്സിന്റെ നിബിഡാന്ധകാരങ്ങൾ തുറന്നുകാട്ടുന്ന സന്ദേഹിയും ദാർശനികനുമായി, കപടരാഷ്ട്രീയത്തിന്റെ കുടിലതകൾ തുറന്നുകാട്ടുന്ന സാമൂഹ്യ വിമർശകനായി, കൂലിയെഴുത്തിനു വേണ്ടി കൂട്ടമാകുന്ന കവികളെ തന്നെ തുറന്നുകാട്ടുന്ന നിരൂപകനായി, വയ്യപ്പ പണിക്കരെന്ന് സ്വയം പരിഹസിച്ചുകൊണ്ട് തത്വജ്ഞാനിയായി, താളത്തിലും വൃത്തത്തിലും എഴുതിയ അതേ കവി തന്നെ ഗദ്യകവിതകളും കാർട്ടൂൺ കവിതകളും എഴുതി കവിതയ്ക്ക് പല വഴികളില്ലെന്ന് തെളിയിച്ചു. സൗന്ദര്യവർണ്ണനകളല്ല കവിതയെന്നും അഴുക്കും ചെളിയും പുരണ്ട ജീവിതാവസ്ഥകൾ കൂടി ചേർന്നതാണെന്നും അയ്യപ്പ പണിക്കർ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. എനിക്കാവതില്ലേ പൂക്കാതിരിക്കാനെന്ന് കവി എഴുതിയത് എനിക്കാവതില്ലേ എഴുതാതിരിക്കാനെന്ന് മലയാളി തിരുത്തി വായിച്ചു. കാലത്തിലേക്ക് മടങ്ങിയിട്ട് 20 ആണ്ടാകുമ്പോൾ അയ്യപ്പ പണിക്കരെയും അദ്ദേഹത്തിൻ്റെ കവിതകളെയും ഓർക്കുന്നത് ഒരർത്ഥത്തിൽ നമ്മളെ തന്നെ തിരിച്ചു പിടിക്കലാണ്. നിൻ കണ്ണിൽ നിറയുന്നു നിബിഡാന്ധകാരം, നിൻ ചുണ്ടിലുറയുന്നു ഘനചൈത്യഭാരം, നിന്നിൽ പിറക്കുന്നു രാത്രികൾ പകലുകൾ, നിന്നിൽ മരിക്കുന്നു സന്ധ്യേ. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.